ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. അപ്പോൾ നമുക്ക് നേരെ പോയാണ്ട് സ്റ്റാർട്ട് അങ്ങോട്ട് അടിക്കാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഗൈസ് ബിഗ് ബി പാന്തറിലേക്ക്. അപ്പോൾ ഡേ 1 ആണിത്. അപ്പോൾ നമുക്ക് ഇതിൽ കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പേര് പണ്ട് നൈസായിട്ടാണ് ഗൈസ്, പേടിയൊന്നുമില്ലല്ലോ. അപ്പം നേരെ കളി കണ്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇതെന്ന് സംഭവം ഫസ്റ്റ് നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ തുറന്ന് നോക്കാം. ഇത് തുറക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ തുറക്കാൻ കഴിഞ്ഞിട്ട് ഗൈസ് എന്താടാ സോസിലൊക്കെ എഴുതി വെച്ചേക്കണേ, ലീവ് ദിസ് ഹോമ അല്ല ഹൗസ്. അതെന്തിനാ ലീവ് എന്തിനാ ചെയ്യണേ? നമ്മളെ ലീവ് ചെയ്യാനല്ല ഇവിടെ നിൽക്കണേ, പിന്നെ എന്തിനാ പിന്നെ എഴുതി ചെയ്യണേ? വീണ് ഇതൊക്കെ ഗ്രാനി പന്ന പൊടി. പോയി ഗൈസ് സ്ഥലം പോയി ഗൈസ് പോയി. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി? ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനി പേടിക്കണ്ട ഗൈസ്, അതങ്ങോട്ട് പോയി. ഇനി നമുക്ക് നേരെ പോവാം. നേരെ അടുത്ത പരിപാടി, അടുത്ത ഡോറൊക്കെ തുറക്കാം. ഇതെന്തിനാ അത് കക്കൂസിലൊക്കെ എന്തെങ്കിലും ഒരു ഒളിപ്പിച്ചേക്കുമോ? ഏയ് തോന്നുന്നില്ല. ചോരൊക്കെ ഉണ്ട് ഗൈസ്. അതെന്തത്? ഇത് ഒളിച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ അറിയാം. ഞാൻ ഇതിന് മുന്നേ വേറൊരു ഗെയിം കളിച്ചിരിക്കണം, ഹൊററിൻ്റെ. പൈലി അങ്ങനെ ഒളിച്ചിരുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ എന്ത് സിമ്പിൾ ഗെയിമാണ്. ഏതാ ഗ്രാനി വരുന്നുണ്ട് ഗായ്സ്. ഓടാ. ഓക്കെ, ഇത് തട്ടിയില്ല. എന്തൊക്കെയാണ് ഇതൊക്കെ അറിയാം. നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. വേമ എൻ്റെ അടുത്ത പരിപാടി എന്താ? മുകളിൽ കയറുക. മുകളിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയണം. ഇത് ഒരു ചൂട്ടാപ്പി വീടാണെങ്കിൽ ഒരു 1500 ഡോറുണ്ടാവും ഈ വീട്ടിൽ. അതെന്താ ചിക്കനോ ബോക്സിങ് പഞ്ചോ ആർക്കറിയാം. നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഇവിടെ എന്താ പരിപാടി? ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും ഒന്നുമില്ല. പിന്നെ അവിടെ ഒന്നുമില്ല. അവിടെ എന്താ ഒരു വെളിച്ചം കാണുന്നുണ്ട്. അതൊക്കെ പിന്നെ പോയി നോക്കാം. ഇവിടെ എന്താ? എന്തെങ്കിലും ആവശ്യം വരും, നമുക്ക് പിന്നെ നോക്കാം. ഇതെന്താ? നമുക്ക് ബാക്കി മിസ്സിങ് പിക്ചർ. ട്രാപ്പ് വെച്ച് അവിടെ ബാക്കി മിസ്സിങ് പിക്ചേഴ്സ് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. അതിൻ്റെ മുന്നേ ട്രാപ്പിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം നമുക്ക് സ്കൂട്ടാകാം. പേടില്ലല്ലേ? ഇത് എന്ത് പൊട്ടത്തി ഗ്രാനിയാണ്. ഗ്രാനി വരുന്നുണ്ട് ഗൈസ്. വലിയ പേടിയൊന്നുമില്ല ഗൈസ് നമുക്ക്. ഇവിടെ എന്തത്? ഇതെന്ത് ബുക്ക്? എന്തൊക്കെയോ പരിപാടി ഉണ്ട് ഗൈസ്. എന്തോ ബുക്കൊക്കെ ഉണ്ട്. പറ്റും അമ്മ വരും. ഇല്ല അമ്മ ഒന്നും വന്നിട്ടില്ല. നേരെ പോവാം. എന്തെങ്കിലും തുറന്നു നോക്കാം. എല്ലാം തുറന്നു നോക്കാം. നമുക്ക് ഒന്നും വിടരുത്. കിട്ടി. എന്താ കിട്ടിയത്? എന്തോ പിടിപ്പിക്കുന്ന സാധനമാണ്. 4 കുത്തൊക്കെ ഉണ്ടെങ്കിൽ എന്നാലും ഒരു കാര്യം ചെയ്യാം. അവിടെ ഡോർ എടുക്കാനില്ലല്ലോ. ഇവിടെ നിലത്തിട്ടേക്കാം. ഓക്കെ, ഗ്രാനി ഇപ്പോൾ വരും. ഗ്രാനി അമ്മ ഇതിൻ്റെ ഇത് കേട്ടപ്പോൾ അതാ വരുന്നു ഗൈസ്. അമ്മ അതാ പോകുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ പോയിട്ടേ ബാക്കിയുള്ള ഡ്രോയറും കൂടി അങ്ങോട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇനി ഇവിടെ പോയാ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്നും ഉണ്ടാകാൻ ഇനി ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒന്ന് കിട്ടി. ഇനിയുണ്ട് ഗൈസ്, ഇനിയുണ്ട്. ഇനി നമുക്ക് ഇത് നിലത്തേക്ക് ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ പോകുന്നതിനും ഗ്രാനി അങ്ങോട്ട് വരും. ഗ്രാനിമേനൊന്ന് പൊക്കിയിട്ട് കാണാം ഗൈസ്. അമ്മ വന്നിരുന്നു ഗൈസ്. അമ്മ എന്തായാലും പോയിട്ടുണ്ട്. അതാ വരുന്നു പടച്ചോനെ. അയ്യോ, ഇപ്പം തന്നെ പെട്ടിന് ഗൈസ്. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഞാൻ മുകളിലേക്കുണ്ട്. അവിടെ ട്രാപ്പ് വെച്ചിടാം. ഓക്കെ, സൈഡിൽ കൂടെ വന്നിക്കണേ. ഇനിയിപ്പോൾ എന്താ അവിടെ നിന്ന്? ഇനിയിപ്പോൾ മുകളിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ? ഓക്കെ, മുകളിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. അപ്പം ഒന്ന് നോക്കാം. ഇതെന്താ അപ്പാപ്പൻ്റെതൊക്കെ? അപ്പം ഞാൻ ഒരു അമ്പോ, ഇതെന്ത് സാധനം? ഡേ 2 ഗൈസ്. ഇത് നമ്മൾ പൊട്ടാൻ സാധ്യത ഉണ്ട് ഗൈസ്. ഇത് നല്ല സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സെക്കൻഡ് പാർട്ടായിട്ടും കൂടി ഇടാം. ഓക്കെ, ഇതാണപ്പം സംഭവം. നമ്മൾ പിന്നെ എണീച്ചിക്കണ്. ഇനി എല്ലാം ഫസ്റ്റ് തൊട്ടാവുമോ എന്നുള്ള ഒറ്റ പേടിയാണ് എനിക്കുള്ളത്. ഒന്ന് ഫസ്റ്റ് തൊട്ടാവാൻ മതി. ഇനി കഷ്ടപ്പെട്ടാക്കിയാണ്. ഫസ്റ്റ് തൊട്ടെല്ലാം ഉണ്ട്. ആ പോട്ടൊക്കെ നിലത്ത് വീണ് ഇറക്കുന്നുണ്ട്. ഫസ്റ്റ് തൊട്ട് അയക്കൂല.
എടാ ഇതെന്ത് കഷ്ടമാടത്, ഇതെന്തൊരു സാധനം, ഇതെന്ത് കോപ്പത്. മാറ്റി. എടേ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഡേയ് ഇതെന്തത്, കട്ടിങ് പ്ലെയറാ? ഞാൻ ശ്രദ്ധിച്ചില്ല. എടാ ഗ്രാനി എന്നത് ഇവിടെ കഥ അറിഞ്ഞിക്കണ. അമ്പോ ഇതെങ്ങനെയാടാ നമ്മൾ അവിടെ കണ്ടില്ലേ 2 ഗ്രാനിയോ? അത് തിരിച്ചു പോയിണ്ടോ ഇതറിയില്ല. എന്തിനാ ഇറങ്ങിയിട്ട് ഇവിടെ കട്ട് ചെയ്യാണ്ട് കേസ്, അത് കണ്ടിരുന്നു. നമുക്ക് എന്തൊക്കെയോ ചെയ്യാണ്ട് കേസ്. ഇത് വേഗം തുറന്നിട്ടാണ് കേസ്. എന്തൊരു ശോകാവസ്ഥയാണ് ഇത്. ഓക്കെ, അവിടെ എന്തോ ഒരു വെളിച്ചം കണ്ടിരുന്നു. മാതേര് കിടക്കുന്ന കാറ് നമ്മൾ അംപാസിട്ടു. ഇത് വീണ് കേസ്. ഇപ്പം ഗ്രാനി വരും, മിക്കവാറും ഇപ്പം ഗ്രാനി വരും. നമ്മളെവിടെയോ പൊളിച്ചേക്കാ. ഇതെന്താ അത്, എന്ത് ചെയ്യണ്ടേ? പുറത്തേക്ക് ഇറങ്ങാൻ അവിടെ നിൽക്കാതില്ല ഉണ്ടാവില്ലേ? ഇത് സ്റ്റാർട്ടാക്കാൻ പറ്റില്ല കേസ്. പുറത്തേക്ക് ഇറങ്ങാൻ ഗ്രാനി. ഹോ ഡേ നമ്മൾ കാറിനുള്ളിൽ ഒളിച്ചു നിന്നാണ്ട് ആ ഗ്രാനി നമ്മളെ മൈൻഡ് പോലും ആക്കാണ്ട് പോയി. എന്തൊരു അവസ്ഥ, പൊട്ടത്തിയുള്ള ഗ്രാനിക്ക് ആ കാറൊന്നും നോക്കിയില്ലെങ്കിൽ നമ്മളെ കാണേനു. ഇവിടെ എന്തൊക്കെയോ സംഭവമുണ്ട്. ഇവിടെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തൊക്കെയാണെങ്കിലൊക്കെ ഒരു പ്രശ്നമില്ല. അപ്പം ഇവിടെ എന്തോ ഓഫ് പോകുന്നുണ്ട്. ഇതെന്താണെങ്കിലൊക്കെ ഒരു പ്രശ്നമില്ല. ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. കോമഡി അല്ല. വെറുതെ കഴപ്പ് കാട്ടി കേസ്. അത് ഞാൻ എന്തെങ്കിലും ഇട്ട് പൊട്ടിക്കാനാണ് വിചാരിച്ച്. ഇങ്ങനെ ഞാൻ വരാൻ സാധ്യതയില്ല കേസ്. ഈ ചെറിയൊരു സാധനം വീണാൽ അതിൻ്റെ ഇത്രയും സൗണ്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും കയറി വെക്കാം. ഇവിടെ വേറൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനിയിപ്പോൾ എന്താ, എനിക്ക് ആ പിക്ചേഴ്സ് അവിടെ പസിൽ ചെയ്യാനുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കണം കേസ്. നമുക്ക് എല്ലാം ട്രൈ ചെയ്തണം. ട്രൈ ഓൾ ആൻഡ് ഫെയിൽ ഓൾ. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ ഒരേ മൈൻഡാണ്. ബാത്റൂം വേണ്ട കേസ്, ബാത്റൂം വേണ്ട. നമുക്കൊന്ന് മുകളിലേക്ക് ഒന്നും കൂടി കയറി വെക്കണം. മുകളിൽ എന്തൊക്കെയോ വലിയ രീതിയിലുള്ള വലിയ സംഭവങ്ങളുണ്ട്. ഇതിനടിയിലെന്താ? ഇതെന്തോ സംഭവമാണ് കേസ്. അപ്പോൾ ഇത് നമുക്ക് എടുക്കണം. ഇത് നമുക്ക് താഴത്തേക്ക് കണ്ടിടാം. ഒരേ മൈൻഡാണ് നമ്മൾ, ഒരേ മൈൻഡാണ്. ഗ്രാനി വരുന്നുണ്ട് കേസ്. നമുക്ക് തിരിഞ്ഞു വേണ്ട സാധനം എടുക്കാം. ആ സാധനം വിട്ടിട്ട് നമുക്കൊരു കളിയില്ല. ദാറ്റ് വൈസ് ഞാൻ ഉറപ്പായിട്ട് എടുക്കും. ഗ്രാനി മദറല്ല ഗ്രാൻഡ് മദർ. പക്ഷേ അതിൻ്റെ മുകളിലൊക്കെ എന്തൊക്കെയോ എടുക്കാണ്ട് കേട്ടോ. നമുക്ക് വെടിയൊക്കെ വെച്ചിട്ടാണ് എടുക്കാണ്. അപ്പോൾ വെടിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. തോക്ക് നമുക്ക് വലിയ ഡബിൾ ബാരൽ ഗണ്ണൊക്കെ ഉണ്ട് കേസ്. ഡബിൾ ബാരൽ ഗണ്ണ് ഇവിടെ ഇടാം. കുറച്ചുകൂടി എടുത്തേക്ക് ഇടാം. അമ്മേ ബസ്സിൻ്റെ ബാക്കിൽ എന്തോ കണ്ടിരുന്നു. അതെ, ഇതായിരിക്കും പെയിൻറ്റ്. ഇതെന്തിനാണ്? ഇതെന്തിനു ഗൈസ്? നിങ്ങൾക്ക് ഓർമ്മ? ഞാൻ വന്നേ ഇതെന്തിൻ്റെന്നടേ? ഇതൊന്നും സംഭവം ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. വായിച്ചോക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് എടുക്കുക ചെയ്തേ. എന്തായാലും ആവശ്യമില്ലാത്ത സാധനം എന്തായാലും ഇതിൽ കൊണ്ടുപോയി വെക്കുന്നില്ല. എന്തൊരു ഷോക്കടെ ഇത്. എടാ പീസ് ഇതിക്കെവിടെയാ വെക്കണ്ട അറിയാം. ഇതിക്കെവിടെയാ വെക്കേണ്ടതെന്നറിയാം. വെയിറ്റ് ചെയ്യ്. ഗ്രാനി ഒന്ന് പോകട്ടെ. നമ്മളെന്തായാലും ഇറങ്ങിയോണ്ട് ഓടാം. ഇതിക്കെവിടെയാ വെക്കേണ്ടതെന്ന് അറിയാം ഗ്രാനി. ബായ് ഗ്രാനി. ഇതിൻ്റെ അടിയിൽ നമ്മൾ മിസ്സിങ് ആയിട്ടുള്ളൊരു പെയിൻ്റ് ഇല്ലേ, അവിടെയാണ് ഇത് വെക്കേണ്ടത്. ഗൈസ് ഞാൻ വെച്ച് ഓട്ടോമാറ്റിക്കലി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എത്ര പീസ് 2 3 ഗ്രാനി ഗൈസ്. അമ്പോ ഇതിനെക്കൊണ്ട് വല്ലാത്ത ശല്യമായല്ല ഗൈസ്. ഇതെന്തൊരു ശല്യമാണിത്. എന്തോ ആയിക്കോട്ടെ ഗൈസ്. നമ്മളെന്തായാലും ഇനി അടുത്ത സ്ഥലത്തേക്കൊന്ന് പോട്ടെ. ഇനിയിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. നമുക്ക് മുകളിലേക്ക് പോയി വെക്കാം. അത് ഗ്രാനി വരുന്നത്. അപ്പം എന്തായാലും മുകളിലേക്ക് പോവാം. വരാൻ മൈൻഡാണ്. വെയിറ്റ്. ഇവിടെ എന്താ? ഇവിടെ ഒന്നുമില്ല. ഇതാ മറ്റേ 4 കൂട്ടുള്ള സാധനം. മനസ്സിലായി ഗൈസ്.
വെയിറ്റ് ഇതിവിടെ ഉൾക്കൽ തന്നെ അടുത്ത് വരാം. ഗൈസ് ഈ സാധനമാണ് ഇവിടെ വെക്കേണ്ടത്. ഓക്കെ, ഞാൻ നേരെ മുകളിൽ കയറാം. ഇവിടെ എന്താ സംഭവം? മുകളിൽ കയറിയിട്ട് ഇവിടെ എന്താ എടാ അതെന്താ ഗൈസ്? അതെന്താ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എന്ത് കാരണത്തിലാണ് ചത്തേനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അത് കുറേ ലെങ്ത് ആവും, അതിനെക്കൊണ്ടാണ് ഞാൻ ഇത്രയേ ഉള്ളൂ പറയണേ. അപ്പോൾ എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേഗം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.